ഹായ് വ്യൂവേഴ്സ്, ലഗീസ് ഫാഷൻ ഹാൻഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീണ്ടും നമ്മൾ കുറേ നാളത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരികയാണ്. നമുക്കിങ്ങനെ ക്രിസ്മസിനും അതുപോലെ ന്യൂ ഇയർ ആയിട്ടോ അല്ലെങ്കിൽ റിപ്പബ്ലിക് ആയിട്ടോ ഒന്നും സ്പെഷ്യലായിട്ടോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇടണമെന്നുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ഒരു പ്രത്യേക സാഹചര്യം ആയതുകൊണ്ട് ഇടാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചൊരു ഇയർ എൻഡിങ്ങോ അല്ലെങ്കിൽ നമ്മൾ പുതിയ സ്റ്റോക്ക് എടുക്കുമ്പോൾ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പീസസ് അങ്ങനെ തീർക്കാനാണ് നമ്മൾ ഡിസ്കൗണ്ട് സെയിൽ ഇടാറ്. അപ്പോൾ ഡിസ്കൗണ്ട് സെയിൽ ഇട്ടിട്ടുള്ളതിൽ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മളത് ക്ലിയറൻസ് സെയിലിലേക്ക് വിടുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് ക്ലിയറൻസ് സെയിലിൽ വരുന്ന കളക്ഷൻസ് ആണ് കാണിക്കുന്നത്. ഒട്ടുമിക്കതും നല്ല 399 ആ റേഞ്ചിലൊക്കെ വരുന്ന ഐറ്റംസ് ആണ്. ടോപ്പ് ബോട്ടം സെറ്റിനൊക്കെ നമുക്ക് ഒരു 599 ആ റേഞ്ചൊക്കെയാണ് വരുന്നത്. എക്സാക്റ്റ് എല്ലാത്തിൻ്റെയും പ്രൈസ് ഓർമ്മയില്ല. അപ്പം ആ റേഞ്ചിലാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നത് എത്രയും പെട്ടെന്ന് തന്നെ മേടിക്കുക. നമ്മൾ വീഡിയോസ് ഇതുപോലെ ഇങ്ങനെ ഗ്യാപ്പ് അനുസരിച്ച് തന്നെയാണ് ഇടാൻ പറ്റുന്നുള്ളൂ. 4 മാസമായി എനിക്കിപ്പോൾ. എന്നാലും ഛർദി മുഴുവനായിട്ട് മാറിയെന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും പറഞ്ഞു 3 മാസമൊക്കെ കഴിയുമ്പോൾ എന്തായാലും കുറയും എന്നൊക്കെ പറയുന്നു. പക്ഷെ കുറഞ്ഞു. പക്ഷെ എന്നാലും ചില ദിവസങ്ങളിൽ നല്ല ഛർദിയാണ്, ചില ദിവസങ്ങളിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മാത്രമുള്ള ഒരു ഛർദി. അങ്ങനെയൊക്കെയാണ് അപ്പോൾ റുട്ടീൻ പോകുന്നത്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെയാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ഇനി നമുക്ക് പുതിയ കളക്ഷൻസ് കാണിക്കാം. പക്ഷെ അതിന് മുമ്പ് ക്ലിയറൻസ് സെയിലുള്ളത് ഇട്ട് തീർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമ്മളൊരു ഇയർ കഴിഞ്ഞപ്പോഴൊന്നും നമ്മളൊരു ക്ലിയറൻസ് സെയിലോ അങ്ങനെയൊന്നും കൊടുത്തിട്ടുണ്ടായില്ല. അപ്പം അതും കൂടി പരിഗണിച്ചാണ് ഇതിടുന്നത്. ഇതിൻ്റെ ഒന്നും പ്രൈസോ അല്ലെങ്കിൽ ഏതൊക്കെ സൈസാണ് അവൈലബിൾ എന്നുള്ളത് ഞാൻ പറയുന്നില്ല, സ്ക്രീനിൽ ഇവിടെ കാണിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് മേടിക്കാം കേട്ടോ. പിന്നെ ഡിസ്കൗണ്ട് സെയിൽ ക്ലിയറൻസ് സെയിലിനൊന്നും നമുക്ക് റിട്ടേൺ പോളിസി ഉണ്ടാവില്ല, നമുക്കറിയാലോ. നമുക്ക് കിട്ടിയ പ്രൈസിൻ്റെ പകുതിക്കൊക്കെ ആയിരിക്കും നമ്മളിപ്പോൾ ഇത് ഇടുന്നത്. അപ്പോൾ അത് വീണ്ടും നമുക്ക് റിട്ടേൺ എടുക്കാമെന്ന് പറയുന്നത് പോസിബിൾ ആയ ഒരു കാര്യമല്ല. അപ്പോൾ എല്ലാവരും അതും കൂടി ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഐറ്റംസ് പർച്ചേസ് ചെയ്യാനായിട്ട്. നമുക്ക് ഡിസ്കൗണ്ട് സെയിൽ ക്ലിയറൻസ് സെയിലിനൊന്നും റിട്ടേൺ പോളിസി ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ. പിന്നെ സാധാരണ DTDC വഴി നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ്. പോസ്റ്റിൽ നമുക്കൊരു ചെറിയ ചാർജ് ഉണ്ട്. എൻ്റെ റീസണും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ അടുത്തല്ല, അത് കൊണ്ടുകൊടുക്കാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ. അതൊക്കെയാണ് നമ്മുടെ പ്രൊസീജിയർ തന്നെ. പിന്നെ ഇതിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അതിനകത്തേക്ക് നിങ്ങൾ എൻക്വയറി ആയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക, ഏതാണ് സൈസ് വേണ്ടത് അതും കൂടി മെൻഷൻ ചെയ്തിട്ട് അയക്കുക. ആരും മിസ് കോൾ അടിക്കുക അങ്ങനെ വിളിക്കുകയൊന്നും ചെയ്യണ്ട. നമുക്ക് വരുന്നതിൻ്റെ ഓർഡറിലാണ് ആദ്യം വന്നവർക്കാണ് റിപ്ലൈ കൊടുത്ത് പോവുക. അപ്പോൾ സ്റ്റാഫായിരിക്കും എൻക്വയറീസ് എടുക്കുക. അപ്പോൾ ആൾക്കും കൂടി ഒരു ബുദ്ധിമുട്ട് വരുത്തരുത്. നിങ്ങൾ ഇങ്ങനെ കോൾ ചെയ്യണ്ട, നമ്മൾ എല്ലാ എൻക്വയറീസിനും റിപ്ലൈസ് കൊടുക്കും കേട്ടോ. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഐറ്റം കാണാം. ഇതൊരു ടോപ്പ് ബോട്ടം സെറ്റാണ്. മെറ്റീരിയൽ വരുന്നത് ഒരു സ്ലബ് സിൽക്കാണ്. നോർമൽ സ്ലബ് സിൽക്ക് എന്ന് പറയുമ്പോൾ നല്ല കട്ടിയുണ്ടാവും. അതത്ര കട്ടിയില്ല, നോർമലാണ്. കാരണം ഇത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ സ്ലബ് സിൽക്കിന് അതിൻ്റെ ഒരു കട്ടിയുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിൽ വരുന്ന സ്ലിറ്റഡ് ആയിട്ടുള്ള നല്ല രസമുള്ളൊരു റോയൽ ബ്ലൂ കളറാണ് കേട്ടോ. അതിനകത്ത് ഇവിടെ അജ്രക്കിൻ്റെ ഇങ്ങനെ ഒരു ചിക്കു ഷെയ്ഡിലൊക്കെ പോലത്തെ ഉള്ളൊരു പാച്ച് വർക്കാണ് കൊടുത്തിട്ടുള്ളത്. വരും. ഇതിൻ്റെ ബോട്ടം വരുന്നത് സ്ലബ് സിൽക്കിൽ തന്നെയാണ്. വൺ സൈഡ് ബാൻഡാണ് കേട്ടോ. വൺ സൈഡ് ബാൻഡാണ്, ഒരു സൈഡ് ഇലാസ്റ്റിക് ആണ്. നല്ല സ്റ്റിച്ചിങ് ഒക്കെയാണ് കേട്ടോ. ഇങ്ങനെ വരും. അതിൽ വൺ സൈഡ് നല്ല ഡെപ്തിലേക്ക് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ബോട്ടം വരുന്നത്. ടോപ്പ് ബോട്ടം സെറ്റാണ് കേട്ടോ ഫസ്റ്റ് കാണിക്കുന്നത്. അടുത്തത് കാണിക്കുന്നതും ഒരു ടോപ്പ് ബോട്ടം സെറ്റാണ്. ഷാളില്ല കേട്ടോ, ടോപ്പ് ബോട്ടാണ്. ഇതൊരു ക്രീമും ചിക്കും കൂടി മിക്സ് ചെയ്ത പോലത്തെ ഒരു ഇതാണ്. കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ. സ്ലിറ്റഡ് ആണ്, ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. ഓക്കെ. പുറകുവശം സെയിം ആ ഒരു ഫ്ലോറൽ പ്രിന്റ് പോലത്തെ ഒരു പ്രിന്റാണ് പോയിട്ടുള്ളത് കേട്ടോ. 3/4 ആണ് സ്ലീവ് വരുന്നത്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് കേട്ടോ. ബോട്ടം വരുന്നത് ഇങ്ങനെ ഒരു പ്രിന്റാണ്. കോട്ടൺ തന്നെയാണ്. ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇലാസ്റ്റിക് നന്നായി
വലിയത്തക്ക രീതിയിലാണ്. നമുക്ക് ആദ്യം കാണുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് തോന്നും, പക്ഷെ നന്നായി വലിയത്തക്ക രീതിയിലാണ് കേട്ടോ. അപ്പം ഇതും ഇതാണ് വരുന്ന അടുത്ത ടോപ്പ് ബോട്ടം സെറ്റ്. പിന്നെ സൈസൊക്കെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, ഏത് സൈസാണ്. ആ സൈസ് മാത്രമേ നമ്മുടെ കയ്യിൽ കാണുള്ളൂ. ഒന്നോ രണ്ടോ പീസോ മാക്സിമം ഉണ്ടാവുള്ളൂ കേട്ടോ. കാരണം ഡിസ്കൗണ്ട് സെല്ലിൽ ഇട്ടിട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ ആണ് നമ്മൾ ക്ലിയറൻസ് സെല്ലിലേക്ക് വിടുക. ഓക്കെ, വേണമെന്നുള്ളവർ എൻക്വയറി വന്ന് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് തന്നാൽ വിത്തിൻ ഒരു 15 മിനിറ്റ്സിനുള്ളിൽ പേയ്മെൻറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യുക. നമുക്ക് അടുത്ത അതിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. അടുത്തത് വരുന്നത് നല്ലൊരു ഒരു ലെമൺ യെല്ലോ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കളറാണ് കേട്ടോ. ലെമൺ ഗ്രീനോ യെല്ലോയോ അങ്ങനത്തെ ഒരു കളറാണ്. ആലിയ കട്ടാണ്, കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഫ്ലീറ്റ്സ് കൊടുത്തിട്ട് നല്ല ഭംഗിക്ക് ഉള്ളൊരു നല്ല കളറാണ് കേട്ടോ. പുറകുവശ പ്ലെയിൻ ആണ് വരുന്നത്. പ്ലെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പ്ലീറ്റ്സോ കട്ടിങ്ങോ അങ്ങനെ ഒന്നും ഇല്ലാണ്ട് പ്ലെയിൻ. ഈ വർക്കല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വരുന്ന ഒരു ഐറ്റമാണ്. ഇത് ലൈനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ കോട്ടൻ്റെ തന്നെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. എ ലൈനിൽ ആണ് വരുന്ന സ്ട്രക്ചർ കേട്ടോ. ഫ്രണ്ടിൽ ആലിയയും പുറകിൽ നോർമൽ എ ലൈനും ആണ് വരുന്നത്. നല്ല ലെങ്ത് ഉള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അടുത്ത് വരുന്നത് ഒരു പ്രീമിയം ക്വാളിറ്റി റയോൺ ആണ് കേട്ടോ. നല്ല രസമുള്ളൊരു റയോൺ മെറ്റീരിയലാണ്, ഭയങ്കര സോഫ്റ്റ് ആണിത്. ഇച്ചിരി ക്വാളിറ്റി കൂടിയ ഐറ്റമാണ്. അതിനകത്ത് ഇങ്ങനെ ഫുള്ളായിട്ട് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട്. മിറേഴ്സിന് ചുറ്റും ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇതെന്ന് പറയുന്നത് എന്താ പറയുക, ഒറിജിനൽ മിറേഴ്സാണ് കേട്ടോ എല്ലാം. കണ്ണാടി എന്ന് പറയുന്ന പോലത്തെ അങ്ങനെയാണ്. ചിലർക്ക് ഇത് ഡമ്മിയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നമ്മൾ കൊണ്ടുവരുന്ന ഓൾമോസ്റ്റ് എല്ലാം ഒറിജിനൽ മിറേഴ്സ് ആയിരിക്കും. അതിന് തന്നെ ഇവിടെ ഇച്ചിരി കട്ടിയുണ്ടാവും. നല്ല രസമുള്ള മെറ്റീരിയലാണ് കേട്ടോ. ഇടാൻ ഭയങ്കര, നമുക്കത് കൈ കിട്ടുമ്പോൾ നല്ല മനസ്സിലാവുള്ളൂ. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. നേവി ബ്ലൂ കളറാണ്. അതിനിക്കൂടെ വൈറ്റ് ലൈനായിട്ട് പോയിട്ടുള്ള എ ലൈനിലാണ്. ഫ്രണ്ട് പോർഷൻ ആലിയ സ്റ്റൈലിലും ഉണ്ടോ, ആലിയ കട്ടിൽ. എന്നിട്ട് ഇവിടെ ഫ്ലീറ്റ്സ് കൊടുത്തേക്കാണ്. പുറകുവശം നോർമലാണ്. അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ. അടുത്ത വരുന്നത് ഒരു റയോൺ മെറ്റീരിയലാണ്. ഒരു ഫ്രോക്ക് ടൈപ്പ് പോലത്തെയാണ് കേട്ടോ. മെറൂൺ കളറാണ് ഇത് വരുന്നത്. റിങ്കിൾ റയോൺ മെറ്റീരിയലാണ്. സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തി പോലത്തെ. രണ്ട് സൈഡിലേക്കും ഡോറീസ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ടൈ ചെയ്യണമെങ്കിൽ ഇവിടെ ചെറിയ ഇത്രയും ഭാഗം, ഈ ഒരു വർക്കിൻ്റെ ഇച്ചിരി ഭാഗം മാത്രം ഗ്യാദേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് സൈഡിലേക്ക് ഗ്യാദേഴ്സ് ഇല്ല. പുറകുവശം എന്താ, പുറകുവശം ആ ഒരു പോർഷൻ മാത്രം തന്നെയാണ് ചെറുതായിട്ട് ഗ്യാദേഴ്സ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. റിങ്കിൾ താഴെയും ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആ യോക്കിൽ കൊടുത്തിട്ടുള്ള ഒരു വർക്ക് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. എൻ്റെ നെക്ക് വരുന്നത് ഒരു കോളർ ടൈപ്പാണ് കേട്ടോ. ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു കോളർ, ചൈനീസ് കോളർ എന്ന് പറയില്ല. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കെട്ടൊക്കെ പോലെ കൊടുത്ത് നല്ല രസമുള്ളൊരു റിങ്കിൾ റയോൺ സിമ്പിളായിട്ടുള്ളൊരു കുർത്തിയാണ്. ഞാൻ ആദ്യം പ്രൈസിൻ്റെ ഓർഡറിലൊക്കെയാണ് വയ്ക്കാറ്. ഇപ്പോൾ അതൊന്നും ഓർത്തില്ല, അങ്ങനെ എടുത്തെടുത്ത് പോയതാണ് കേട്ടോ. ഇത് സിമ്പിളായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു വെസ്റ്റേൺ വെയറിൽ വരുന്നൊരു കളക്ഷനാണ്. മെറ്റീരിയൽ വൈസ് അടിപൊളിയാണ്. ഇതെവിടെ ഇങ്ങനെ ഒരു വേറൊരു പാച്ച് വർക്കല്ല, ഇതിനോട് ചേർന്ന് തന്നെയാണ് ഈ മെറ്റീരിയൽ അല്ല ഈ ഒരു പ്രിന്റ് പോണ കേട്ടോ. ഇങ്ങനെ താഴെയും അങ്ങനെ തന്നെ അതേപോലെ തന്നെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഡിസൈനാണ് കേട്ടോ ഇത് കാണാൻ. സ്ലിറ്റഡ് ആണ്, വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് കേട്ടോ. പുറകുവശം ഇങ്ങനെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് വെയർ ചെയ്യാൻ, എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ഇട്ടുണ്ടോ നല്ല രസമുള്ള ഒരു ഐറ്റമാണ്. അടുത്തത് വരുന്നത് ഹെവി ആയിട്ട് ഹാൻഡ് വർക്കും മിറർ വർക്കും ചെയ്തിട്ടുള്ള
ഒരു ഐറ്റമാണ് കേട്ടോ. ഇവിടെ കംപ്ലീറ്റ് ഈ ലൈൻസിലൊക്കെ കട്ട് ബീഡ്സ്, ആൻറ്റി കട്ട് ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മിറേഴ്സിന് ചുറ്റും അതുപോലെ തന്നെ ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു ബ്ലാക്കും പീച്ചും കൂടി പോലത്തെ ഒരു കോമ്പിനേഷനാണ് കേട്ടോ. പൂക്കളുടെ മറ്റൊരു ഡിസൈൻ. സ്ലിറ്റഡ് ആണ്, ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ വാർത്തയൊക്കെ വായിക്കുന്ന ഒരു ഇടുന്ന കാണുമ്പോൾ അയ്യോ എൻ്റെ ഡ്രസ്സ് പോലത്തെ ഡ്രസ്സ് എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ ഒരുമാതിരി പേരൊക്കെ നമ്മളെടുക്കുന്ന പോലത്തെ നോർമൽ ഐറ്റംസ് ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇതൊരു സ്ലബ് സിൽക്കാണ്, നല്ല കട്ടിയുള്ള സ്ലബ് സിൽക്ക് പോലത്തെ ഒരു മെറ്റീരിയലാണ്. അതിനകത്തൊരു സിൽവറിൻ്റെ വർക്കാണ് കൊടുത്തിട്ടുള്ളത്. നല്ല രസമുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ഇങ്ങനെ വരും. ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് വന്നിട്ട് ഇങ്ങനെയാണ് പോയിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ 3 വുഡൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. 3/4 സ്ലീവാണ്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ബോഡി പോർഷൻ ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് ഇതിൻ്റെ ലെങ്ത്തോ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഓർഡർ എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ. എല്ലാത്തിൻ്റെയും നമുക്ക് ഡിസ്കൗണ്ട് സെയിലിന് അല്ലെങ്കിൽ ക്ലിയറൻസ് സെയിലിന് അങ്ങനെ ഓരോന്നും അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നില്ലല്ലോ, ഒരൊറ്റ സ്ട്രെച്ചിൽ അങ്ങോട്ട് എടുത്ത് പോവാണ് കേട്ടോ. അങ്ങനെയാണ്. നല്ല രസമുള്ള ഒരു കളറാണ് കേട്ടോ. നല്ല ഡാർക്ക് നേവി ബ്ലൂ. ഈ ഒരു സ്ലബ് സിൽക്കിന് ഒരു ചെറിയ ഷൈനിങ്ങും കൂടി ഉണ്ടാവുമല്ലോ. അപ്പോൾ നല്ലൊരു ഡ്രസ്സായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. അടുത്തത് വരുന്നത് ഒരു ഫുൾ അജ്രക്കിൻ്റെ സിമ്പിളായിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒരു കമ്മലിൻ്റെ ഡിസൈൻ പോലത്തെയാണ് പോയിട്ടുള്ളത്. ഒരു ബ്ലൂ ഷെയ്ഡിൽ സ്ലിറ്റഡ് ആണ്, ലൈനിങ്ങോട് കൂടി വരുന്നത്. കോട്ടൺ ആണ്, ഒരു അജ്രക്കിൻ്റെ പ്രിൻ്റാണ് ഇതിൽ വരുന്നത്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് പോട്ട്ലി ബട്ടൺ പോലെ കൊടുത്തേക്കാണ്. സ്ലീവ് ഇതാ ഇങ്ങനെ വരും. എന്നിട്ട് ഇവിടെ ഒരു കട്ടിങ് അല്ല ഒരു ഇച്ചിരി കട്ടിയിൽ മടക്കി ഇങ്ങനെ കൊടുത്താണ് പോലത്തെ ഒരു സ്ട്രക്ചറാണ്. പുറകുവശം അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇത് സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് ചൂടൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെയർ ചെയ്യാൻ, എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത്രയും വർക്ക് ഇങ്ങനെ ഒരു ഡിസൈനൊക്കെ പോകുമ്പോഴേ ഇച്ചിരി നല്ല ലുക്കിൽ തന്നെ കിടന്നോളും. അടുത്തത് വരുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരു പാച്ച് വർക്കാണ് കേട്ടോ പോയിട്ടുള്ളത്. ഒരു ആലിയയുടെ സ്റ്റൈലിലേക്കുള്ള ഒരു പാച്ച് വർക്ക്. ഇവിടെ ഹെവി ആയിട്ട് ബീഡ്സ് വർക്കും മിറർ വർക്കും കൊടുത്താണ് ചെയ്തിട്ടുള്ളത്. ഇത് ഇതിൻ്റെ ഇത്രയും പോർഷൻ ഇങ്ങനെ വരും. സ്ലീവ് ഫുള്ള് ഈ പ്രിൻ്റാണ് പോയിട്ടുള്ളത്. സ്ലിറ്റഡ് ആണ്, കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. പുറകുവശം എന്താ ഇങ്ങനെ വരും. നല്ലൊരു കുഞ്ഞ് പ്രിൻ്റാണ് കേട്ടോ പോയിട്ടുള്ളത്. ഒരു ജസ്റ്റ് ഒരു കോളർ പോലെ ഇവിടം വരെ വന്നിട്ട് പിന്നെ ഒരു വീനക്ക് പോലെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെ നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് നിങ്ങൾക്ക് ക്ലിയറൻസ് സെയിലിൽ കിട്ടണത്. അപ്പോൾ അതാത് സൈസ് ഉള്ളവർ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക. എല്ലാ സൈസും ഉണ്ടാവില്ല കേട്ടോ. ഇതും വന്നിട്ട് കോട്ടൺ ആണ്. ഒരു ഹൈനെക്ക് പോലത്തെ ഒരു പാറ്റേൺ ആണ്. ഇവിടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരു പാറ്റേൺ. എന്നിട്ട് ഒരു മെറൂണിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ. സ്ലിറ്റഡ് ആണ്, ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. നല്ല ലെങ്ത്തിൽ തന്നെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ്. ഇതൊക്കെ നമ്മുടെ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് ഹാപ്പി കസ്റ്റമേഴ്സിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുള്ള ഒരു ഐറ്റമാണ്. സിമ്പിളായിട്ട് ജസ്റ്റ് വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് കേട്ടോ അതൊക്കെ. ചില സമയത്ത് നമുക്കിങ്ങനെ വർക്കുള്ളതൊന്നും ഇടാൻ തീരെ താല്പര്യം. ഈ സമയത്തൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല അങ്ങനത്തെ വർക്കുകൾ വരുമ്പോൾ നമുക്കൊരു അസ്വസ്ഥത. ഓൾറെഡി ഭയങ്കര ഫുൾ അസ്വസ്ഥതകളിലാണ് നമ്മൾ പോകുന്നത്. അപ്പം അങ്ങനെയൊക്കെ നമ്മളുടെ സമയത്ത് നമുക്ക് പെട്ടെന്ന് വരാം. ഇപ്പം നമ്മൾ ലൈൻ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു സ്ലബ് സിൽക്ക് അല്ല, ഒരു വിചിത്ര സിൽക്കാണ്, തെറ്റിപ്പോയതാണ്. വിചിത്ര സിൽക്കിൽ വരുന്ന ഒരു ഐറ്റമാണ്. ഹാൻഡ് വർക്കൊക്കെ കൊടുത്ത് സ്ലീവ് ഉൾപ്പെടെ ലൈനിങ്ങിലാണ്. സാധാരണ നമുക്ക് ലൈനിങ് സ്ലീവിന് കിട്ടാറില്ല. ഇത് സ്ലീവ് ഉൾപ്പെടെ ലൈനിങ്ങിലാണ് വരുന്നത്. ഇതാ ഇങ്ങനെ വരും.
സ്ലിറ്റഡ് ആണ്. ഉള്ളിൽ ലൈനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഹെവി ആയിട്ടാണ് അതിൻ്റെ റെയിൻബോ കട്ട് ബീഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്താ സാധാരണ നമ്മൾ രാത്രികളിലൊക്കെ ഓർഡർ എടുക്കാറുണ്ട്. ഇപ്പം നമ്മളങ്ങനെ രാത്രിയിൽ ഓർഡർ എടുക്കലുണ്ടാവില്ല. ഒരു നമ്മുടെ ഷോപ്പിൻ്റെ ടൈം കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസമായിരിക്കും ഓർഡർ എടുക്കുക. എല്ലാവരും ഒന്ന് മനസ്സിൽ വിചാരിച്ചേക്കാം കേട്ടോ. പിറ്റേ ദിവസം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുറക്കാനുള്ള അതേ ഓർഡറിൽ തുറന്ന് എൻക്വയറീസിന് റിപ്ലൈസ് തരും. ആരും വിഷമിക്കരുത്. ചിലരിങ്ങനെ രാത്രി വിളിക്കാറുണ്ട്, നമുക്ക് റിപ്ലൈ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഇരുന്നതുകൊണ്ടാണ്, ഞാൻ പണ്ടത്തെ പോലെ ഫോൺ എടുക്കൽ വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ രാവിലെ എൻക്വയറീസ് എടുക്കലില്ല. ചിലപ്പോഴൊക്കെ ഒന്നെങ്കിൽ ചിലപ്പോൾ ഹസ്ബൻഡ് എടുക്കും, ചിലപ്പോൾ ഞാൻ എൻക്വയറീസ് ചിലപ്പോൾ ഒരു മൂഡിനനുസരിച്ചാണ് കേട്ടോ. മിക്കതും എടുക്കൽ കുറവാണ്. ഇതും ഒരു ഹൈനെക്കിൽ ഒരു കാന്താ വർക്ക് സ്റ്റൈലിൽ വരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ. അതിങ്ങനെ സിമ്പിളായിട്ടുള്ള ഒരു പല കളർ കൊടുത്തിട്ടുണ്ട്. മെറൂൺ, ബ്ലാക്ക്, യെല്ലോ അങ്ങനെ മിക്സ് ചെയ്ത് എൻ്റെ ഉള്ളിൽ കൂടെ ഒരു വൈറ്റ് ലൈൻസ് പോലെ പോയിട്ട് നല്ല രസമുള്ള ഒരു സിമ്പിൾ കുർത്തിയാണ്. 3/4 സ്ലീവ് ആണ്, വിത്തൗട്ട് ലൈനിങ്ങിലാണ്. ഇതിൻ്റെയൊക്കെ എക്സാക്ട്ലി നിങ്ങൾക്ക് ലെങ്ത് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർഡർ എടുക്കുമ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ചോദിച്ചാൽ മതി. നമുക്കിതിന് റിട്ടേണുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. എനിക്കത് പറ്റിയില്ല എന്ന് പിന്നെ പറയരുത്, നമുക്കത് ബുദ്ധിമുട്ടാണ്. ക്ലിയറൻസ് സെയിലിന് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ DTDC വഴി അയക്കുന്നതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ഷിപ്പിംഗ് ചാർജ് കൊടുത്തിട്ടാണ് നിങ്ങൾക്ക് അയക്കുന്നത്. അപ്പോൾ നിങ്ങളത് റിട്ടേൺ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഷിപ്പിംഗ് ചാർജ് വേസ്റ്റ് ആണ്. പിന്നെ ഇത് അടുത്ത ആൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റുമ്പോൾ വീണ്ടും ഷിപ്പിംഗ് ചാർജ് ചിലവാക്കണം. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ടാണ് കേട്ടോ. ഇതാണ് എക്സാക്റ്റ് കളർ കേട്ടോ. സ്ലിറ്റഡ് ആണ്, ഞാൻ പറഞ്ഞല്ലോ, ലൈനിങ് ഉണ്ട്. പുറകുവശം ഇതേ ഒരു പ്രിന്റ് തന്നെയാണ് കേട്ടോ. അടുത്തത് വരുന്ന ഒരു റയോൺ കുർത്തിയാണ്. സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു റയോൺ കുർത്തിയാണ്. ഇപ്പം എനിക്ക് ഇങ്ങനത്തെ നേരത്തെ ഇങ്ങനെ ഇച്ചിരി ഒഴുകി കിടക്കുന്ന ടൈപ്പൊക്കെ ഇടാൻ നല്ല ഇച്ചിരി സുഖമാണ് നമുക്ക് ആ സമയത്ത് ഇടാൻ. അങ്ങനെ ആയിരിക്കും കേട്ടോ. ഒരു ചെറിയ ഗ്ലേസിങ് ഒക്കെ ഉള്ള പോലത്തെ കളറാണ്. സിമ്പിളായിട്ടുള്ളൊരു റയോൺ എലൈൻ കുർത്തിയാണ് കേട്ടോ. 3/4 സ്ലീവ് ആണ്. പുറകുവശം സെയിം ആണ്, ലൈനാണ്, വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ. ഇതിനൊന്നും ലൈനിങ്ങിൻ്റെ യാതൊരു ആവശ്യമില്ല. അത്യാവശ്യം നല്ല കട്ടിയുള്ള റയോൺ തന്നെയാണ് കേട്ടോ. അങ്ങനെ വരും. ഇതൊക്കെ ഒരുപാട് തവണ കാണിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ബാക്ക് ഇറങ്ങി ഇത്രയും ലെങ്ത്തിലുള്ളത് കാണിക്കാത്ത കേട്ടോ. അടുത്ത് വരുന്നത് ഇങ്ങനെയാണ്. നല്ല രസമുള്ളൊരു ബ്ലൂ കുർത്തിയാണ്. അതിനകത്ത് ഇങ്ങനെ ഹെവി ആയിട്ട് ബീഡ്സ് വർക്കും മിറർ വർക്കും കൊടുത്തിട്ടുണ്ട്. മിറേഴ്സിന് ചുറ്റും ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത് സ്ലീവ് ഇതാ ഇങ്ങനെ വരും. സ്ലീവിനെ പോലെ തന്നെയാണ് താഴെയും ആ ഒരു വർക്ക് പോയിട്ടുള്ളത്. ഇതിന് 2 പാറ്റേൺ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് ഈ ഒരു പാറ്റേൺ ആണ്. മറ്റേതുണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല കേട്ടോ. കാണിക്കാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതിൽ ഈ ഒരു പാറ്റേൺ ആണ്. അതായത് സ്ലീവിന് ഇവിടെ ഇതില്ലാണ്ട് ഫുള്ള് ഈ വർക്ക് തന്നെ സ്ലീവിലേക്ക് പോയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടായിരുന്നു. ഇതാ പുറകുവശത്തും ഉണ്ട് ആ വർക്ക് കേട്ടോ. കോട്ടൺ ആണ്, സ്ലിറ്റഡ് ആണ്, ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. നല്ല വൃത്തിയാണ് കേട്ടോ. നല്ല രസമാണിത് വെയർ ചെയ്ത് കഴിഞ്ഞാൽ കാണാനായിട്ട്. അടുത്തത് വരുന്നത് നല്ലൊരു എന്താ പറയുക, ഖാദിയുടെ ഒക്കെ പോലത്തെ ഒരു നല്ല സ്റ്റാൻഡേർഡ് ഒരു കുർത്തിയാണ് കേട്ടോ. ഇങ്ങനെ വരും. ഒരു ബ്ലൂയിഷ് ആഷ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കളർ. ആഷും അല്ല ബ്ലൂ അല്ലാത്ത ഒരു ടൈപ്പിൽ വരുന്ന ഇതിനകത്ത് കൂടെ ഒരു ഗോൾഡൻ ലൈൻസ് ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇച്ചിരി ഇതൊക്കെ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ടാണെങ്കിൽ ഇതിങ്ങനെ വെർട്ടിക്കലായിട്ടാണ് കൊടുത്താണ്. സ്ലീവിൻ്റെ ഏറ്റവും എഡ്ജിലായിട്ട് അങ്ങനെ വരും. എന്നിട്ട് ഇവിടുത്തെ ഇതിങ്ങനെയാണ് ഒരു വി പോലത്തെ ഒരു കട്ടിങ് ആണ് കൊടുത്തേക്കണേ. ഇങ്ങനെ വരും.
സ്ലിറ്റഡ് ആണ്, ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ കൂടെ വൈറ്റോ അല്ലെങ്കിൽ ഗോൾഡനോ ഒക്കെ ഇട്ടാൽ നല്ല രസമാണ് കേട്ടോ കാണാൻ. നല്ലൊരു കോട്ടൺ ആണ്, ഒരു കട്ടിയുള്ള ടൈപ്പ് അല്ലെങ്കിൽ ഒരു ഖാദിയുടെ ഒക്കെ പോലത്തെ ഒരു കോട്ടൺ ആണ് കേട്ടോ. അപ്പോൾ ഓഫീസ് വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ലതാണ്. അടുത്തത് വരുന്നതും ഇതെങ്ങനെയാണ്, ഒരു ആലിയയുടെ മോഡലിലുള്ള ഒരു കട്ടിങ് ആണ്. എന്നിട്ട് ഇവിടെ ചെറുതായിട്ട് ഫ്ലീറ്റ്സ് ആണ്, കുഞ്ഞിതായിട്ട് ഇങ്ങനെ ഒരു നല്ല കളറാണ്. ഇങ്ങനെ 6 ആഗിൻ്റെ കുറേ ലൈൻസ് പോലെ പോയിട്ട് വീനക്കാണ് വരുന്നത്. സ്ലീവിൻ്റെ എൻഡിൽ വേറൊരു ചെറിയൊരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വരും. കോട്ടൺ ആണ്, നല്ല പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ. സ്ലിറ്റഡ് ആണ്. സാധാരണ ഇങ്ങനെ ആലിയയിലൊക്കെ വരുമ്പോൾ നമുക്ക് എപ്പോഴും ലൈൻ സ്ട്രക്ചറിലാണ് വരാറ്. ഇത് സ്ലിറ്റഡ് ആണ്, നല്ലൊരു കളറാണ്. പുറകുവശം അങ്ങനെ കട്ടിങ് ഒന്നും ഇല്ലാതെ പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ. എന്നുവെച്ചാൽ ഫ്ലീറ്റ്സോ കാര്യങ്ങളൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ഉള്ള സ്ലിറ്റ്. ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് ആ ഗ്യാദേഴ്സ് പോലെ കൊടുത്തേക്കുന്നത്. നല്ല രസമാണ്. വി ആണ് കേട്ടോ നെക്ക് വരുന്നത്. അടുത്ത് വരുന്നത് ഒരു ഇൻഡിഗോ ഷെയ്ഡിൽ വരുന്നതാണ്. ഇതിൻ്റെയൊക്കെ ഓരോ പീസ് ചിലപ്പോൾ ഇതൊന്നും നമ്മൾ ഡിസ്കൗണ്ട് സെയിലിൽ ഇട്ടുണ്ടാവില്ല കേട്ടോ. കാരണം ചിലപ്പോൾ ഒരു പീസൊക്കെ മാത്രമായതുകൊണ്ട് പിന്നെ നേരെ ഞാൻ ക്ലിയറൻസ് സെയിലിലേക്ക് കയറ്റിയതായിരിക്കും. നല്ല രസമുള്ളൊരു ഇൻഡിഗോ ഷെയ്ഡിൽ വരുന്ന ഒരു ഇതാണ് കേട്ടോ. ഇവിടെ നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്കും മിറർ വർക്കും കൊടുത്തിട്ടുണ്ട്. ഈ മിറേഴ്സിന് ചുറ്റും ഇത്ര പൂവിൻ്റെ ഡിസൈനിൽ നമുക്ക് റെയിൻബോ കട്ട് ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. സെറ്റ് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സ്ലീവിൻ്റെ എഡ്ജിലും ഇങ്ങനെ ഒരു ചെറിയൊരു വൈറ്റ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ ചെറുതായിട്ടൊരു ബോർഡർ വർക്ക് കേട്ടോ. പുറകിലും ഉണ്ട് ഫ്രണ്ടിലും ഉണ്ട്. നല്ല രസമാണ് കേട്ടോ ഒരു പ്രിന്റ് കാണാനായിട്ട്. ഈ ഒരു ഇൻഡിഗോ കോമ്പിനേഷൻ നല്ല രസമാണ്. ഇൻഡിഗോ എപ്പോഴും ട്രെൻഡ് ഉള്ളതാണ്. ഒരു എവർഗ്രീൻ എന്ന് പറയുന്ന ലെവലിൽ സാരി ആണെങ്കിലും എന്താണെങ്കിലും. ഓക്കെ, സ്ലിറ്റഡ് ആണ്, ലൈനിങ്ങോട് കൂടിയ വരുന്ന കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത്. നല്ല രസത്തിൽ ഹാൻഡ് വർക്കൊക്കെ കൊടുത്തിട്ടുള്ള റേറ്റാണ്. അടുത്തത് വരുന്നത് ഒരു കോട്ടൺ ആണ്. ബ്ലൂവിൽ ഒരു മജന്ത പോലത്തെ ഒരു ഷെയ്ഡാണ് പാച്ച് വർക്ക് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു കട്ടിങ് ആണ്. ഇവിടെ നെക്ക് ഇങ്ങനെ ഒരു സ്ക്വയർ പോലെ ഇരിക്കും. എന്നിട്ട് ഇതിങ്ങനെയാണ് കേട്ടോ പോയിട്ടുള്ളത്. എ ലൈനാണ് വരുന്നത്. സ്ലീവിൻ്റെ എഡ്ജിലും അതേ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട്. പുറകുവശം ഇങ്ങനെ നല്ല രസമുള്ളൊരു വർക്കാണ് കേട്ടോ പോയിട്ടുള്ളത്. എന്താ വർക്കല്ല, ഒരു പ്രിന്റാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഇത് നമുക്ക് ഭയങ്കര അഫോർഡബിൾ പ്രൈസാണ്. പക്ഷെ എന്നാൽ ഞാൻ പറയില്ല, സിമ്പിൾ ആണെന്ന് പറയാൻ പറ്റില്ല. ഇച്ചിരി ആ ഒരു പ്രിന്റും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഇതിനൊരു ഇത്തിരി എടുപ്പ് തോന്നും നമുക്ക്. പ്ലെയിൻ ആയിട്ട് കിടക്കണ പോലെയല്ല. അപ്പൊ അതിന് അതിൻ്റെതായൊരു ഭംഗിയുണ്ട്. ഓക്കെ, അടുത്ത് വരുന്നത് ഇതിങ്ങനെ ഒരു കോളർ ടൈപ്പ് ആണ് കേട്ടോ. ഇതിങ്ങനെ വരും. എന്നിട്ട് ഇവിടെ ഒരു കട്ടിങ് പോലെയാണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു യെല്ലോ ഷെയ്ഡാണ്. എപ്പോഴും കാണുന്ന പോലത്തെ ഒരു യെല്ലോ അല്ല, നല്ലൊരു യെല്ലോ ആണ്. സ്ലീവ് ഇതാ ഇങ്ങനെ വരും. ജെന്റിൽമാൻ ടൈപ്പ് പോലത്തെയാണ്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ബോഡി പോർഷൻ ലൈനിങ് കൂടെ നല്ലൊരു യെല്ലോ കളറാണ് കേട്ടോ. ഉണ്ടോ, സ്ലിറ്റഡ് ആണ്, ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. നല്ല ലെങ്ത്തിൽ തന്നെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മെറ്റീരിയൽ നല്ല രസമുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. ഇങ്ങനെ വീവ് ചെയ്ത പോലത്തെ ഒരു മെറ്റീരിയലാണ്. അതിനകത്ത് ഇങ്ങനെ ചെറിയ പൂക്കളുടെ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. പുറകുവശിൻ്റെ അതേ സെയിം പ്രിന്റും കാര്യങ്ങളാണ്. ഇതൊക്കെ നമുക്ക് ഭയങ്കര അഫോർഡബിൾ പ്രൈസിലാണ്. നമുക്ക് കിട്ടിയ പ്രൈസിനേക്കാളും ഒരുപാട് കുറച്ചാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പം മിസ് ചെയ്യാണ്ട് തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്യാം കേട്ടോ. ഇതൊരു ഫീഡിങ് ആണ് കേട്ടോ. ഒരൊറ്റ പീസ് മാത്രമേ ഉള്ളൂ. ഇത് 3XL സൈസാണ്. നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം. നമുക്കിങ്ങനെ
ഇപ്പം കൊച്ചുങ്ങളെടുക്കുമ്പോൾ അങ്ങനെ നമുക്കിവിടെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്ന തരത്തിലുള്ളൊരു വർക്കല്ല. പക്ഷെ ബീഡ്സ് വർക്കോ അങ്ങനത്തെ ഒന്നല്ല, ഒരു ജസ്റ്റ് സീക്വൻസ് വർക്കാണ്. നല്ല ഷൈനിങ് ഉണ്ട്. 2 സൈഡിലേക്കും സിബ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇടൺ സിബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴത്തേക്ക് പാനൽ അടിച്ചിട്ടാണ് ചെയ്തേക്കണേ കേട്ടോ. ജോർജറ്റാണ് മെറ്റീരിയൽ വരുന്നത്. പാനൽ അടിച്ചിട്ടാണ് ചെയ്തേക്കണേ. അത്യാവശ്യം നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് എവിടെയെങ്കിലും പോകണം, പക്ഷെ ഫീഡിങ് ഉള്ളത് കൊണ്ട് ചില ഡ്രസ്സുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ടൈറ്റൊക്കെ ആണ്, അല്ല നമുക്ക് അങ്ങനെ ഫീഡ് ചെയ്യാൻ പറ്റില്ലാത്തൊരു പർപ്പസിനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ. ഇനിയിപ്പോൾ നമ്മൾ അതൊക്കെ ഫേസ് ചെയ്യേണ്ട ആൾക്കാരായതുകൊണ്ട് ആണോ. അപ്പോൾ ഇത് കണ്ടോ, ഈ ഏറ്റവും തൊട്ട് നമുക്ക് പാനൽസ് അടിച്ചടിച്ചാണ് പോയേക്കണം. ഇവിടെ ഫ്രണ്ടിൽ ഈ ഒരു പാച്ച് വർക്ക് ഉള്ളതുകൊണ്ട് അങ്ങനെയാണ് കേട്ടോ. 2 സൈഡിലും സിബ് കൊടുത്തിട്ടുണ്ട്. 3XL ആണ് സൈസ് വരുന്നത്. ജോർജറ്റാണ് മെറ്റീരിയൽ. നല്ല അടിപൊളിയാണ്. നമുക്ക് ഒഴുകി കിടക്കുന്നതുകൊണ്ട് നല്ല രസമാണ്. ഉള്ളിൽ നല്ല ലൈനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 3XL ഒരൊറ്റ പീസ് മാത്രമാണ് സ്റ്റോക്ക് ഉള്ളൂ. നമ്മൾ 2-3 പ്രാവശ്യം കൊണ്ടുവന്നിട്ട് റീസ്റ്റോക്ക് ചെയ്തതാണ്. അടുത്ത വരുന്നത് ഇങ്ങനൊരു ഏലൻ കുർത്തിയാണ്. ഇതൊരു 3 പാനൽ അടിച്ച് ചെയ്തേക്കുന്നതാണ് കേട്ടോ. ഇവിടെ ഒരു പാനല്, അതുമാതിരി ഇവിടെ വേറൊരു വർക്ക്, ഇവിടെ വേറൊരു പാനൽ. ഇവിടെ ഇങ്ങനെ ഏറ്റവും വരെ ഒരു ബട്ടൺസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രത്യേകതരം ഒരു ഖാദിയുടെയൊക്കെ പോലത്തെ ഒരു കോട്ടണാണിത്. ശരിക്കും ഖാദിയുടെയൊക്കെ ഒരു ഷർട്ടൊക്കെ വരുന്ന ഒരു ലെവലില്ല, അതുപോലെ തന്നെയാണ് കേട്ടോ. അത്ര കട്ടിയില്ല, നല്ല അഫോർഡബിൾ റേറ്റാണ്. നല്ല കളറുമാണ് കേട്ടോ. നല്ലൊരു പിങ്ക് ഷെയ്ഡാണ്. പുറകുവശം അതുപോലെ തന്നെയാണ്. ആ നടുക്കത്തെ ഒരു പാച്ച് വർക്കാണ് ബാക്കിൽ ഫുള്ള് കൊടുത്തിട്ടുള്ളത്. ഇവിടെ മാത്രമാണ് നമുക്ക് ആ ഒരു 3 പാനൽ സ്ട്രക്ചറിൽ ഇങ്ങനെ നല്ല ഭംഗിയുണ്ട്. അതായിരുന്നു അതൊക്കെ ഭയങ്കര അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ. അടുത്ത് വരുന്നത് നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്ന ഒരു ഐറ്റം വരുന്നത് ഇതാ ഒരു ഫ്രോക്കാണിത്. ഇവിടെ ഇങ്ങനെ പഫ് സ്ലീവ് കൊടുത്തിട്ട് ഇവിടെ ഒരു അലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ടുള്ള ടൈപ്പ്. ഇവിടെ ഒരു പാച്ച് വർക്കാണ്. എന്നിട്ട് ഇങ്ങനെ കോട്ടണാണിത്. കോട്ടണിൽ താഴെയും അതേ ഒരു വർക്കാണ്. ഈ പാച്ച് വർക്കിൻ്റെ അതേ വർക്കാണ് താഴെയും കൊടുത്തിട്ടുള്ളത്. നല്ലൊരു കളറാണ് കേട്ടോ. പക്ക ഫ്രോക്ക് പോലത്തെ ഒരു ഐറ്റമാണ്. 2 സൈഡിലേക്കും ഡോറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കോട്ടണാണ്. ഇവിടെ നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഗ്യാദേഴ്സ് പോലെ, ഗ്യാദേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, ഫ്ലീറ്റ് ഇങ്ങനെ തേച്ച് വെച്ചിരിക്കുന്നതാണ്. നല്ല ഭംഗിക്ക് ഒതുങ്ങിയിരുന്നോളൂ, ഒരു പ്രശ്നമില്ല കേട്ടോ. നല്ലൊരു കളറുമാണ്. പുറകുവശം എന്താ ഇങ്ങനെ വരുന്നത്. കോട്ടണാണ്. ഉള്ളിൽ ലൈനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഭയങ്കര അഫോർഡബിൾ റേറ്റ് ആണ് കേട്ടോ. മിസ് ചെയ്യാണ്ട് തന്നെ പർച്ചേസ് ചെയ്യാം. നല്ല കുർത്തിയാണ്. ഇതൊരു പാനൽ കട്ടാണ്. പാനൽ കട്ടുകളൊക്കെ കൊണ്ടുവന്നിട്ട് കുറേ കാലമായില്ലേ. ഇതാ പാനൽ കട്ടാണ് കേട്ടോ. ഫുൾ അജ്രക്കിൻ്റെ വർക്കാണ്. ഇവിടെ ഫ്രണ്ട് പോർഷൻ പാച്ച് വർക്ക് സെയിം ഇത് തന്നെ വർക്ക് മെറ്റീരിയൽ തന്നെയാണ്. സെയിം വർക്കാണ്. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു ഹാൻഡ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബീഡ്സ് വർക്കും ഇതൊക്കെ ആയിട്ട് നല്ല പാനൽ വർക്കാണ് കേട്ടോ. ഉള്ളിൽ കോട്ടൻ്റെ തന്നെ ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സാധാരണ എപ്പോഴും നമ്മൾ കൊണ്ടുവരാറുള്ള പോലെ 12 പാനൽസ് ആയിരിക്കും. 6 എണ്ണം പുറകിലും 6 എണ്ണം ഫ്രണ്ടിലും ബാക്കിലായിട്ട് 6 എണ്ണം വീതമാണ് കേട്ടോ. അങ്ങനെയാണ്. അജ്രക്കിൻ്റെയാണ് പാച്ച് വർക്ക്. അജ്രക്കിൻ്റെയാണ് പ്രിന്റ് വരുന്നത്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് കേട്ടോ വരുന്നത്. 2 സൈഡിലേക്കും ഡോറീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല റേറ്റ് ഉണ്ടായിരുന്ന ഒരു സാധനമാണ്. നമുക്ക് എന്താ പറയുക, അത്രയും വർക്ക് എന്ന് വെച്ചാൽ ഒരു കാഞ്ചീപുരം സ്റ്റൈലിലാണ് ഇതിങ്ങനെ വരുന്നത്. ഇപ്പോൾ കല്യാണങ്ങളും ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല റേറ്റുമാണ്. മെറ്റീരിയൽ വൈസും എല്ലാം കൊണ്ട് നല്ല റേറ്റുമായിരുന്നു. ഇതിൻ്റെ 1-2 പീസ് ഉള്ളൂ എന്ന് തോന്നും. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ്.
ഒരു പട്ടിൻ്റെ ഒരു ലെവലിൽ സിൽക്ക് ആ ഒരു ലെവലിലാണ്, സിൽക്ക് കോട്ടൺ പോലത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട് എവിടെയും. അതുപോലെ താഴെ എ ലൈനിലാണ് വരുന്നത്. നല്ല വീതിക്ക് തന്നെയാണ് ഇവിടുത്തെ വർക്ക് കൊടുത്തേക്കുന്നത് കേട്ടോ. ഉള്ളിൽ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പുറകുവശത്തും അതേ ആ ഒരു വർക്ക് പോയിട്ടുണ്ട്. ഇങ്ങനെ പാനൽ അടിച്ചാണ് ചെയ്തേക്കണം. ഒരു പാനൽ, 2 പാനൽ, അങ്ങനെ 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 നല്ല. അപ്പോൾ നമുക്ക് ഒതുങ്ങി കിടക്കും, ബോഡിയിൽ നല്ല രസത്തിൽ കിടക്കും. നല്ലൊരു കളറുമാണ്, നല്ലൊരു മെറൂണും ഗോൾഡൻ വർക്ക് പോലത്തെ ഒരു വർക്കുമാണ് കേട്ടോ ആയിട്ടല്ലേ. അടുത്ത് വരുന്നത് ജസ്റ്റ് സിമ്പിളായിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു കോട്ടൺ കുർത്തിയാണ്. എങ്ങനെ വരും, സ്ലിറ്റഡ് ആണ്, ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. ഒരു ഇൻഡിഗോ കളർ കോമ്പിനേഷനിൽ വരുന്ന പോലത്തെ ഒരു ഐറ്റമാണ്. കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. നമുക്ക് ജസ്റ്റ് വെയർ ചെയ്യാം, എന്നുവെച്ചാൽ ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെ വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. ഓക്കെ, 2 സൈഡിലും ഒരേ പ്രിൻ്റാണ് കേട്ടോ. കോട്ടൺ സ്ലിറ്റഡ് ആണ്. അടുത്ത് തന്നെ വെസ്റ്റേൺ വെയറിൽ വരുന്ന ഭയങ്കര കംഫർട്ടായിട്ടുള്ളൊരു മെറ്റീരിയലാണിത്. ഈ ഒരു ഐറ്റമാണ് നമ്മുടെ കയ്യിലുള്ളത്. നല്ല രസമുള്ള ഒരു മെറൂൺ ഷെയ്ഡാണ്. 2 സൈഡിലേക്ക് എന്നുവെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ കെട്ടി ഇടാം ഒരു ഭംഗിക്ക്. ഇനി എല്ലാം ഇത്തിരി ഷേപ്പ് ആക്കണം എന്നുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ഷേപ്പ് ആക്കാം, അല്ലെങ്കിൽ ഇത് കെട്ടണമെന്നില്ല എന്നുണ്ടെങ്കിൽ അയച്ചിടാം. അതേപോലെ തന്നെ പുറത്ത് സൈഡിലും ഉണ്ട്. എന്നുവെച്ചാൽ സാധാരണ നമ്മൾ ഈ 2 എഡ്ജിൽ നിന്നാണ് ഉണ്ടാവുക. ഇത് ആ ഒരു സൈഡ് ഭാഗത്തു നിന്നാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. സൈഡിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി നടുക്കുന്നതായിട്ട് 2 സൈഡിലുണ്ട്. വെസ്റ്റേൺ വെയർ ആണ് വരുന്നത്. 3/4 ആണ്. എന്നിട്ട് ഇവിടെ ഇങ്ങനെയാണ് നെക്ക് സ്ലീവിൻ്റെ എൻഡ് വരുന്നത്. മെറ്റീരിയൽ വൈസ് അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ. ഇതിൻ്റെ ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല നല്ല ഹെവിയാണ് ഐറ്റം. എന്നുവെച്ചാൽ അങ്ങനെ പിടിക്കുമ്പോൾ തന്നെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി വെച്ച് നല്ല ഹെവിയാണ് കേട്ടോ സാധനം. വെസ്റ്റേൺ വെയറുകൾക്കെല്ലാം ആ ഒരു ക്വാളിറ്റി എപ്പോഴും ഉണ്ടാവും. അങ്ങനെ വരും. ഫീഡിങ്ങിൽ ഒരെണ്ണം നല്ല രസമുള്ളൊരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. ഒരു 3 പാനൽ പോലെയാണ്. ഇതിങ്ങനെ ഹൊറിസോണ്ടലായിട്ടും ഇതിവിടെ ഇങ്ങനെ ഒരു ലൈൻ, ഒരു സൈഡിലും വീണ്ടും ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ പോയേക്കാണ്. ഒരു എ ലൈനാണ്. സിമ്പിളായിട്ടുള്ളൊരു റയോൺ കുർത്തിയാണ്. 2 സൈഡിലും നല്ല ലെങ്ത്തിൽ ഹിഡൻ സിബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നല്ലൊരു കളറാണ് കേട്ടോ. നല്ല രസമാണ്. അതിനകത്തൊരു വൈറ്റ് ലൈൻസ് ആണ് ഇങ്ങനെ പോയിട്ടുള്ളത്. ഉണ്ടോ, 3/4 സ്ലീവാണ് വരുന്നത്. പുറകുവശം ഫുള്ളും ആ ഒരു ഹൊറിസോണ്ടൽ ലൈൻ പോലെ ലൈൻസ് ആണ് പോയിട്ടുള്ളത് കേട്ടോ. ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇടാൻ ഭയങ്കര കംഫർട്ടാണ്. ബേബീസിനെ എടുക്കുമ്പോഴും അവർക്കും അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും കളക്ഷൻസാണ് നമ്മളിന്ന് കാണിക്കുന്നത് ക്ലിയറൻസ് സെയിലിൽ. അത്യാവശ്യം ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട് തോന്നുന്നു. എല്ലാത്തിൻ്റെയും പക്ഷെ 1-2 പീസസൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എൻക്വയറീസ് ഉള്ളവർ പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യുക. നിങ്ങൾ പിന്നെയും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കണ്ട. ആദ്യം വന്നതിനനുസരിച്ച് ഇവിടുന്ന് റിപ്ലൈസ് തന്നോളൂ. നിങ്ങൾ പിന്നെയും മെസ്സേജ് അയക്കുമ്പോൾ ഇത് മേലേക്ക് പോവുള്ളൂ. അപ്പോൾ വീണ്ടും ഓർഡർ എടുക്കാൻ ലേറ്റ് ആവുകയാണ് ചെയ്യുക. നിങ്ങൾ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ഏതാണോ വേണ്ടത്, ഇത് ഇന്നത് വേണം, ഇന്ന സൈസ് വേണം എന്ന് പറയാം. അപ്പം തന്നെ നമ്മൾ നിങ്ങൾക്ക് ഇവിടുന്ന് ചാറ്റ് തുറക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് തരും. അപ്പം തന്നെ പേയ്മെൻറ്റ് ചെയ്യുക, ഓർഡർ കൺഫേം ആക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഡിസ്കൗണ്ട് സെയിലും ക്ലിയറൻസ് സെയിലും നമുക്ക് റിട്ടേൺ പോളിസി ഇല്ലാതെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ബാക്കിയുള്ള പ്രൊസീജിയറുകൾ നമ്മൾ പണ്ടത്തെ പോലെ തന്നെ പുതിയതാരെങ്കിലും കാണുന്നുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ വീണ്ടും എടുത്ത് പറയുന്നത്. പഴയ ആൾക്കാർക്ക് ബോറടിക്കേണ്ട റിപ്പീറ്റേഷൻ ആണെന്ന് വിചാരിക്കരുത്. പുതിയ ആൾക്കാരും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഗ്യാപ്പ് ഇട്ട് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ പഴയ ആൾക്കാർ തന്നെ ആയിരിക്കില്ല വീഡിയോ കാണുന്നത്.
അപ്പോൾ അവർക്കും കൂടി മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ആക്കിയിട്ടുള്ളത് കേട്ടോ. കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നത്. പഴയ എൻ്റെ കസ്റ്റമേഴ്സിന് എല്ലാ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ പ്രശ്നമില്ല. എന്നാലും പിന്നെ പുതിയ കൂടി പരിഗണിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. തെറ്റാ.